ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അട്ടപ്പാടിക്ക് പോയാലോ എന്നൊരാഗ്രഹം തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഫ്രഷായ ഒരു ഓട്ടോ വിളിച്ച് തൃശ്ശൂർ സ്റ്റാൻഡിലെത്തി പാലക്കാട് ബസ് കയറി. ഇന്നത്തെ ഈ വ്ളോഗിൽ എൻ്റെ കുറച്ച് അട്ടപ്പാടി യാത്രാവിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേക്ക് വൺ ട്രാവൽ ബൈ അഖില. സോളോ ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് അട്ടപ്പാടി. അട്ടപ്പാടിയുടെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കൊന്നും അല്ല ഇന്നത്തെ എൻ്റെ യാത്ര. ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു ട്രക്കിങ്ങും ആ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വീഴുന്നില്ലല്ലോ, ശക്തി പറഞ്ഞാങ്ങോ. ഇവിടെ ഒരു പെരക്കിയുണ്ട്, കല്ലെറിഞ്ഞ് നോക്കിയാലോ. ചെറുപ്പത്തിലൊക്കെ മാങ്ങ കല്ലെറിയുന്ന പോലെ പേരക്കിയോണ്ട് പേരക്കി എറിഞ്ഞ് നോക്കിയാലോ. ഒന്നും വളരെ മോശമായിരിക്കുന്നു. കുറച്ച് നന്നായത് ഏത് പേരക്കയാ? ഇതല്ലേ? ജാങ്കോ കയറി പറിച്ചിരിക്കുകയാണ്. വാവ്, അവിടുത്തെ ചില്ലിയാണ് ജാങ്കോ. ഇരിക്കുന്ന കമ്പ് വലിക്കുന്ന ജാങ്കോ. ഓക്കെ, carefully landed. ഒരു വാടിപ്പോയത്തൊരു സാധനം ഉണ്ടാവും. ചൂടുകൊണ്ട് ഏകദേശം പച്ചയൊക്കെ പറിക്കാം. ഇങ്ങനെ ഉണ്ടാവും. ആ, അത് സെറ്റാണ്. വാവ്, കുറെ കിട്ടി, കുറെ കിട്ടി. ഇന്നത്തേക്കുള്ള പ്രോട്ടീനായി. യമ്മി പേരക്കാസും. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ സഹ്യപർവ്വത നിരകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പ്രദേശമാണ് അട്ടപ്പാടി. പശ്ചിമ മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിന് ഏകദേശം 735 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇവിടെ നിന്ന് നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. 47 കിലോമീറ്റർ. 75 കിലോമീറ്ററാണ് പാലക്കാടേക്കുള്ളത്. അട്ടപ്പാടി താലൂക്കിൽ അഗളി, ഷോളയൂർ, പുതൂർ എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ ചേർത്ത് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അട്ടപ്പാടി. ഇരുള, മുടുക, കുറുമ്പ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ പരമ്പരാഗതമായി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത്. അട്ടപ്പാടിയിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന ഭവാനിപ്പുഴ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ 2ാമത്തെ നദി കൂടിയാണ്. ഞാൻ ഇന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലത്തിന് മേളിലൊരു പാറയുണ്ട്, ഒരു കുന്നുണ്ട്. കുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു ട്രക്കിംഗ് പോകാമെന്നുള്ളൊരു ഫീലാണ്. ഇവിടെയൊക്കെ തിട്ട പോലെയാണ് കേട്ടോ കുറച്ച് സ്ഥലങ്ങളൊക്കെ. ബാക്കിയെല്ലാം ഇതുപോലെ ചെറിയ നടപ്പാതകളുണ്ട്.
ഐ കാൺ ബിലീവ് ഇത്ര എന്ത് രസാ, ഇത്ര നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മളിതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് മോശം. സോറി ഞാൻ നോക്കി എന്ത് രസമാണ്. വീണ്ടും വേറൊരു സാധനം കണ്ടേ തന്നെ ഞെട്ടിക്കുന്ന സ്പോട്ടാണ്. ഭയങ്കര കെയർഫുള്ളായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകണം. ഒക്കെയാണ് കുറേ കശുമാവുകളുണ്ട്. വലിയ കശുമാവുകൾ. കശുമാവനല്ലേ? ഓരോ സ്പോട്ടും ഓരോ ചിൽ സ്പോട്ട്. ടൗൺ ഫുള്ള് കാണാം. ആ മലേൻ്റെ മേളിൽ കുന്നുണ്ടോ? അതുപോലത്തെ ഒരു മലേൻ്റെ മേളിൽ, കുന്നിൻ്റെ മേളിലെ മലയിലേക്ക് നമ്മൾ കയറി വന്നിട്ടില്ല ഇപ്പോൾ. ഒരു ട്രെക്കിങ്ങിന് വന്ന് എനിക്ക് ജസ്റ്റ് ഒരു ട്രെക്കിങ് മാത്രമല്ല കേട്ടോ, മൈൻഡ് റീഫ്രഷ് ചെയ്യുന്ന ഭയങ്കര കാമായിട്ടുള്ള വളരെ സുന്ദരമായൊരു യാത്ര കൂടിയായിരുന്നു ഇത്. കുറച്ച് ചൂടുണ്ട്, എന്നാലും നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ. സൺസെറ്റ് ഒരു 6:30 പൊളിയായിരിക്കും ഇവിടെ. ശരിക്കും ഇവിടെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ വേറൊരു വ്യൂ ആണ്.
ഗുഹയുണ്ട് പക്ഷെ